Newton's third law of motion. Newton's third law of motion. Newton's third law of motion. Newton's third law of motion പറയുന്നത് for every action there is an equal and opposite reaction എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം വള്ളം തുഴയുന്ന കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വള്ളത്തിൽ ഇരുന്നിട്ട് നമ്മൾ തുഴയിടുന്നത് പുറകിലോട്ടും വള്ളം പോകുന്നത് ഫ്രണ്ടിലോട്ടായിരിക്കും. അതായത് ആ ബോഡിയിൽ എന്താണ് ആക്ഷൻ റിയാക്ഷൻ പെയർ ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് പുറകിലേക്ക്, വള്ളം മൂവ് ചെയ്യുന്നത് എവിടോട്ടാണ്, ഫ്രണ്ടിലേക്ക്. അപ്പം അങ്ങനെ എല്ലാ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. നമ്മൾ റോഡിലൂടെ നടക്കുന്നു, തെന്നി വീഴാതെ നടക്കുന്നതിന് കാരണം ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനാണ്. കാരണം നമ്മൾ ഫ്രണ്ടിലോട്ട് ഫോഴ്സ് കൊടുത്താണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ കാലും നമ്മുടെ ഗ്രൗണ്ടും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് തെന്നി വീഴാത്തത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കേസുകൾ എന്താണ് പല എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതിൽ 2 എക്സാമ്പിളാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വള്ളം തുഴയുന്ന എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വേണം എഴുതാം. ഫോർ എവരി ആക്ഷൻ there is equal and opposite reaction. അപ്പൊ ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഇപ്പൊ 2 ഒബ്ജക്റ്റ് തമ്മിൽ ഇടിക്കുവാന്ന് വിചാരിച്ചു. ഇപ്പം എ എന്ന് പറയുന്ന ഒരു ബോഡിയും ബി എന്ന് പറയുന്ന ബോഡിയും തമ്മിൽ ഇടിക്കുക. ഇടിക്കുന്ന ഇൻസ്റ്റന്റിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എ ബിയുടെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷനിലോട്ടും ബി എയുടെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷനിലോട്ടും ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. അതാണ് ആക്ഷൻ റിയാക്ഷൻ പെയർ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ മാസ് m1 ആണെന്ന് വിചാരിച്ചു, ഇതിന്റെ മാസ് m2 ആണെന്ന് വിചാരിച്ചു. ഇത് ഇടിക്കുന്ന ഇൻസ്റ്റന്റില് ഈ എ എന്ന് പറയുന്ന ആള് ബിയുടെ മണ്ടയ്ക്കോട്ട് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കും. അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറയുന്ന ആള് ഇടിക്കുന്ന സമയത്ത് എയുടെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നു, ഫോഴ്സ് കൊടുക്കും. അത് എഴുതുന്നത് ഇങ്ങനെയാണ്, ഫോഴ്സ് ഓൺ, ഇപ്പം ആറ് മണ്ടയ്ക്ക് കൊടുക്കുന്നു, ഇപ്പം ഫോഴ്സ് ഓൺ ബി ബൈ ആര് എ, അതാണ് എഫ് ബി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോഴ്സ് ഓൺ ബി ബൈ എ. അടുത്തത് എഫ് എ ബി ആണ്. എഫ് എ ബി എന്ന് പറയുമ്പോഴത്തേക്കും ഫോഴ്സ് ഓൺ എ ബൈ ബി. ആദ്യം എഴുതുന്നത് ആരുടെ മണ്ടയ്ക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, രണ്ടാമത് എഴുതുന്നത് ആരാണ് ഫോഴ്സ് കൊടുത്തത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെച്ചോളാം. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ എ ബൈ ബി, ബി ബൈ എ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോണം. അതായത് എയും ബിയും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എ ബിയുടെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷൻ, അതാണ് ഫോഴ്സ് ഓൺ ബി ബൈ എയുടെ ഡയറക്ഷൻ ഇതാണ്. അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറയുന്ന ആൾ എയുടെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷനിലോട്ട് ഫോഴ്സ് കൊടുക്കും, ഫോഴ്സ് ഓൺ എ ബൈ ബി. ഇപ്പൊ രണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, പക്ഷെ രണ്ടും ഈക്വൽ ഫോഴ്സ് ആണ് തമ്മിൽ കൊടുക്കുന്നതുകൊണ്ട് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നിട്ട് എഴുതേണ്ടത് നെഗറ്റീവ് indicates both forces are in opposite direction. Both forces are in opposite direction. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷൻ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇച്ചിരി കൺഫ്യൂഷൻ ആണ് ആ ഡെറിവേഷൻ. കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ ഈ 1 ഉം 2 ഒക്കെ മാറിപ്പോകുന്നതിനനുസരിച്ച് ആ ഡെറിവേഷൻ എല്ലാം തെറ്റാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് കുറെ ഡെറിവേഷൻ ഉണ്ട്, അതിൽ ഒരു ഡെറിവേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പം ആ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണെന്നുള്ളതാണ്. അതിന്റെ ഡെറിവേഷൻ, അതായത് ലോ ഓഫ് കൺസർവേഷൻ
of momentum. Linear momentum എന്ന് കൊടുത്തു. Linear momentum. ഇത് ഓൾറെഡി മൊമെന്റത്തെ പറ്റി നമ്മൾ പഠിച്ചാണ്. മൊമെന്റം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. മൊമെന്റം എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആക്കം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മള് എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പല എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അതായത് വിരാട് കോഹ്ലി 6 അടിക്കുമ്പോഴും, അല്ലെങ്കിൽ എന്താണ് റൊണാൾഡോ കിക്ക് എടുക്കുമ്പോഴും, അല്ലെങ്കിൽ അഞ്ജു ബോബി ജോർജ് ലോങ് ജമ്പ് ചാടുന്ന സമയത്തും ഒക്കെ ആണെങ്കിലും, അല്ലെ നമ്മൾ ഒരാളെ അടിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ കൈ വീശിയാണ് അടിക്കുന്നത്. അല്ലെങ്കിൽ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി 6 അടിക്കുന്ന സമയത്ത് ബാറ്റിൽ നല്ല പവർ കൊടുത്ത് വീശിയാണ് ആ ബോളിനെ അടിക്കുന്നത്, അല്ലേ? റൊണാൾഡോ കിക്ക് എടുക്കുന്ന സമയത്ത് ഓടി വന്നാണ് അടിക്കുന്നത്, ശരിയല്ലേ? എന്തിനു വേണ്ടി? അതായത് ആക്കം കൂടാൻ. ആക്കം കൂടിയാൽ എന്താവണം? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് ചേഞ്ച് ഇൻ മൊമെന്റം വിൽ ബി ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ മൊമെന്റം ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ഹെവി ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്യും? അത് നല്ലതായിട്ട് മൂവ് ചെയ്യും, നല്ല ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി പറയുകയാണെങ്കിൽ ലീനിയർ മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്ത ലെറ്റർ പി ആണ്. പി ഈസ് ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ എം ഇൻടു വി. ലീനിയർ മൊമെന്റം ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. മൊമെന്റം ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഓക്കെ. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഒബ്ജക്റ്റ് ഇടിക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് ഇടിച്ചു കഴിഞ്ഞിട്ടുള്ള അതിന്റെ ടോട്ടൽ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. ഒരു ഉദാഹരണം പറയാണ്. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ എന്താ, ഇപ്പൊ ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ബി എന്ന് വരയ്ക്കരുത്, ഞാൻ പറഞ്ഞുതരാം. ഇത് തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. അപ്പൊ ഇടിക്കുന്നതിന് മുമ്പ് ഇതിനൊരു വെലോസിറ്റി ഉണ്ട്, ഇതിനൊരു മാസ് ഉണ്ട്. ഇടിക്കുന്നതിന് മുമ്പ് ഇതിനൊരു വെലോസിറ്റി ഉണ്ട്, ഇതിനൊരു മാസ് ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഇതിനൊരു മൊമെന്റോ ഇതിനൊരു മൊമെന്റോ കാണും. അപ്പൊ അങ്ങനെയാണ് ഇടിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ടോട്ടൽ മൊമെന്റം എത്ര എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതും കൂടെ ആഡ് ചെയ്താൽ പ്രൊഡക്റ്റ്, അല്ലേ? അപ്പം ഇടിച്ചു കഴിഞ്ഞിട്ട് ഇത് ചിലപ്പോൾ ഇങ്ങോട്ടും ഇത് ചിലപ്പോൾ ഇങ്ങോട്ടും ആയിരിക്കും പോകുന്നത്. അപ്പൊ അതിന്റെ മാസ് സെയിം ആണെങ്കിൽ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ മൊമെന്റം ഡിഫറെന്റ് ആയി, ഇതിന്റെ മൊമെന്റം ഡിഫറെന്റ് ആയി. പക്ഷെ ഇതിന്റെ തമ്മിൽ മൊമെന്റം കൂട്ടിക്കഴിയുമ്പോൾ മറ്റേ ആദ്യം നമ്മൾ ഇടിക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റമായിട്ട് ഈക്വൽ ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഇൻസ്റ്റൻസ് നടക്കുന്നതിന് മുമ്പുള്ളതും അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ടോട്ടൽ മൊമെന്റ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും, സേവ്ഡ് ആയിരിക്കും, അതായത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഓക്കെ. അപ്പം അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഒന്ന് എഴുതാം. അതായത് if no external force act on a system of particle the total linear momentum of the particle remains constant. If no external force acts on a system of particles, total linear momentum of a particle remains constant. അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി എത്തിക്കേണ്ട ഇക്വേഷൻ എന്താണെന്നറിയോ? രണ്ട് ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ രണ്ട് ഒബ്ജക്റ്റുകൾക്കും രണ്ട് ഡിഫറെന്റ് വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. രണ്ടിനും ഡിഫറെന്റ് മാസ് ആയിരിക്കും. അപ്പം ആദ്യത്തെ ഒബ്ജക്റ്റിന് എന്തായാലും അതിനൊരു മാസും വെലോസിറ്റി ഉള്ളതുകൊണ്ട് അതിനൊരു മൊമെന്റം കാണും. രണ്ടാമത്തെ ഒബ്ജക്റ്റിനും മാസും വെലോസിറ്റി ഉള്ളതുകൊണ്ട് അതിനൊരു മൊമെന്റം കാണും. ഈ രണ്ട് മൊമെന്റത്തിന്റെയും സമ്മ എന്ന് പറയുന്നത് ഈ രണ്ട് ഒബ്ജക്റ്റിനെ കൂട്ടിയിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വെലോസിറ്റി ചേഞ്ച് ആവുമല്ലോ. അപ്പൊ രണ്ടിന്റെയും മൊമെന്റത്തിന് വ്യത്യാസം ഉണ്ടാവും. ആ ഇടിച്ചു കഴിഞ്ഞിട്ടുള്ള രണ്ടിന്റെ മൊമെന്റും കൂട്ടിയാലും ഇടിക്കുന്നതിന് മുമ്പുള്ളതിന്റെ ടോട്ടൽ മൊമെന്റുമായിട്ട് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മൾ തെളിയിച്ച് കാണിക്കണം. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഡെറിവേഷൻ. ഓക്കെ. അതപ്പം ലോജിക്കലി കൃത്യമായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒത്തിരി കൺഫ്യൂഷൻ വരാനും 1ഉം 2ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കേസ് എഴുതാം. Consider two bodies. A and B having consider two bodies A and B having mass
mass m1 and m2 respectively. അപ്പം നമ്മൾ പറഞ്ഞ എന്താ, നമ്മൾ ലീനിയർ മൊമെന്റം എന്താണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണവേണി ഇപ്പൊ ജോയിൻ ചെയ്തല്ലോ, കൃഷ്ണവേണി ഒരു അര പേജ് വിട്ടിട്ട് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എഴുതി തുടങ്ങിയോ പെട്ടെന്നായിക്കോട്ടെ. അതായത് അര പേജ് വിടുക എന്ന് എഴുതുക. കാരണം അര പേജിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതാണ് പഠിപ്പിച്ചത്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലീനിയർ മൊമെന്റം എന്ന് പറയുമ്പോൾ m × v ആണ് ലീനിയർ മൊമെന്റം. അപ്പം എപ്പോഴും മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ലീനിയർ മൊമെന്റത്തിന്റെ ലോ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റുകളെ ഞാൻ എടുക്കുവാണ്, അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും. കൺസിഡർ ടു ബോഡീസ് എ ആൻഡ് ബി ഹാവിംഗ് മാസ് m1 ആൻഡ് m2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ ആണല്ലോ. let consider two bodies respectively moving with initial velocities u1 and u2. okay ആണല്ലോ, അത് respectively. ഓക്കെ, അതായത് രണ്ട് ബോഡി കൺസിഡർ ചെയ്യുന്നു, എയും ബിയും ആണ്. എയുടെ മാസ് m1 ആണ്, ബിയുടെ മാസ് m2 ആണ്. രണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എയുടെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി u1 ഉം ബിയുടെ ഇനിഷ്യൽ വെലോസിറ്റി u2 ആണ്. ഓക്കെ ആണല്ലോ. രണ്ടുപേരും കൂട്ടിയിടിക്കുന്നതിന് മുമ്പുള്ള മൊമെന്റവും കൂട്ടിയിടിച്ചു കഴിഞ്ഞിട്ടുള്ള മൊമെന്റത്തിന്റെയും സമ്മ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം ബിഫോർ കൊളീഷൻ സമയത്ത് നോക്കിക്കോളൂ, എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അതിന്റെ മാസ് m1, ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അതിന്റെ മാസ് m2, ഇതിന്റെ വെലോസിറ്റി u1, ഇതിന്റെ വെലോസിറ്റി u2. ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് ഇരിക്കുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊമെന്റം എന്തായിരിക്കും? മൊമെന്റം ഓഫ് എ എന്തായിരിക്കും? മൊമെന്റം ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസിന്റെ വെലോസിറ്റി അല്ലേ, അവിടുത്തെ മാസ് m1, അതിന്റെ വെലോസിറ്റി u1. ഓക്കെ, അതേപോലെ തന്നെ മൊമെന്റം ഓഫ് ബി എന്തെന്ന് എഴുതാൻ പറ്റും? അവിടുത്തെ മാസ് m2, അതിന്റെ വെലോസിറ്റി u2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റം എന്തെന്ന് എഴുതാം? നമുക്ക് m1 u1 പ്ലസ് m2 u2 എഴുതാം. ഓക്കെ ആണല്ലോ, തെറ്റാണല്ലോ. ഇതായിരിക്കും ബിഫോർ കൊളീഷൻ സമയത്ത് ടോട്ടൽ മൊമെന്റം. ഇത്ര എഴുതിയോ? ഡൗട്ട് ഉള്ളവർ ചോദിക്കാം, ഞാൻ ചെറുതാക്കാം. ഇത്ര എഴുതിയെടുത്തോളൂ പെട്ടെന്ന്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഫ്റ്റർ കൊളീഷൻ എന്ന് നോക്കുകയാണ്. ആഫ്റ്റർ കൊളീഷൻ, ഇത് ബിഫോർ കൊളീഷന്റെ കേസാണ് പറഞ്ഞത്. ആഫ്റ്റർ കൊളീഷൻ നോക്കുകയാണ്. ശ്രദ്ധിച്ചോണേ, ആഫ്റ്റർ കൊളീഷൻ അതായത് ഇടിച്ചു കഴിഞ്ഞു, അതായത് ഇത് തമ്മിൽ ഇടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ മൂവ് ചെയ്തിട്ട് കുറച്ച് അകന്നതിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഇത് എ ആണ്, എയുടെ മാസ് m1 തന്നെ, മാറ്റമില്ല. ഇത് ബി ആണ്,
ബിയുടെ മാസ് ഇത് എ ആണ്, എയുടെ മാസ് m1, അതേപോലെ ഇത് ബിയുടെ മാസ് m2 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഇടിച്ചു കഴിഞ്ഞല്ലോ. ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എയുടെ വെലോസിറ്റി u1 ആയിരിക്കണം എന്ന് ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല. അത് വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അപ്പൊ അതിന്റെ വെലോസിറ്റി v1 ആയിട്ട് എടുക്കാം. അതേപോലെ ബിയുടെ വെലോസിറ്റി ഇടിക്കുന്നതിന് മുമ്പ് u2 ആയിരുന്നു, അത് എന്തായിട്ട് മാറി, അതും ചേഞ്ച് ആവും. അതിനെ നമുക്ക് ഫൈനൽ വെലോസിറ്റി v2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ആഫ്റ്റർ കൊളീഷൻ A and B attains velocities v1 and v2 respectively. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഈ ഇവിടെ ഇപ്പൊ മൊമെന്റം ഓഫ് എ എന്തായിരിക്കും? മൊമെന്റം ഓഫ് എ എന്തായിരിക്കും? നമുക്കറിയാം m1 v1 അല്ലേ. മൊമെന്റം ഓഫ് ബി എന്തായിരിക്കും? മൊമെന്റം ഓഫ് ബി എന്തായിരിക്കും? മൊമെന്റം ഓഫ് ബി എന്ന് പറയുന്നത് m2 v2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കേസിലുള്ള ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? മൊമെന്റം എന്ന് പറയുന്നത് m1 v1 പ്ലസ് m2 v2 അല്ലേ. m2 v2 അല്ലേ. അപ്പം m1 v1 പ്ലസ് എന്താ m2 v2 ആയിരിക്കും അല്ലേ ടോട്ടൽ മൊമെന്റം. അപ്പൊ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ m1 u1 പ്ലസ് m2 u2. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ m1 v1 പ്ലസ് m2 v2. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ഡെറിവേഷൻ. ഓക്കെ ആണല്ലോ. ഇതും കൂടെ എഴുതിയെടുത്തു. എല്ലാ പ്രൂഫും കൂടെ പറഞ്ഞുതരാം. ചെറുതാക്കി ആഫ്റ്റർ കൊളീഷൻ പോലെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഡെറിവേഷൻ പോലെ തന്നെ നമുക്ക് ഒന്ന് എഴുതാം. പ്രൂവ് ദാറ്റ് ടോട്ടൽ മൊമെന്റം, അല്ലെങ്കിൽ പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രൂവ് ദാറ്റ് ടോട്ടൽ മൊമെന്റം ബിഫോർ collision is equal to total momentum after collision. പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന ലീനിയർ മൊമെന്റം എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഇതിനകത്ത് ഞാൻ രണ്ട് ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ ഞാൻ ഇവിടെ അങ്ങ് വരയ്ക്കുകയാണ്. അതായത് ഇത് ബിഫോർ കൊളീഷൻ, ഇത് ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, അപ്പോൾ ബിഫോർ കൊളീഷനിൽ എ ബി കൺസിഡർ ചെയ്യുന്നു,
ഇവിടെ എയുടെ മാസ് m1 ആണ്, ബിയുടെ മാസ് m2 ആണ്, എയുടെ വെലോസിറ്റി u1, ബിയുടെ വെലോസിറ്റി u2. ഓക്കെ, ആഫ്റ്റർ കൊളിഷൻ വരുമ്പോൾ എ ബി തന്നെ, എയുടെ മാസ് m1 ആണ്, മാസിന്റെ വ്യത്യാസത്തിൽ ഇത് m2, വെലോസിറ്റി എയുടെ v1 ആയിട്ട് മാറി, എന്താണ് ബിയുടെ എന്താണ് v2 ആയിട്ട് മാറി. ഇല്ലേ, ഇതല്ലേ സംഭവിച്ചത്? ഇത് നമ്മൾ ഈ സംഭവിച്ച കാര്യങ്ങളാണ് തൊട്ട് മുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടത്തെ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കണം. അത് ആരുടെയാണ്? എയുടെയും കണ്ടുപിടിക്കണം. അപ്പം ഇപ്പൊ എയുടെ മൊമെന്റം കൂടെ എഴുതാം. ഇവിടത്തെ എയുടെ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ എഴുതാം, അതായത് m1 u1 ആണ്, ഇതിന്റെ m2 u2. അപ്പുറത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ മാത്രം എഴുതുന്നത്. ഇവിടെ m1 v1 ആണ്, ഇവിടെ m2 v2 ആണ് എന്ത് ഇവിടത്തെ മൊമെന്റം. ഇനി ഡെറിവേഷനിലേക്ക് കടക്കുമ്പോൾ ഇത് ഇത്ര എഴുതിയിട്ട് വേണം ഡെറിവേഷനിലേക്ക് കടക്കാനായിട്ട്. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ. എയുടെ മൊമെന്റം എങ്ങനെയാണ് ചേഞ്ച് ആകുന്നത്? എയുടെ മൊമെന്റം m1 u1 ൽ നിന്ന് m1 v1 ആയിട്ട് മാറി. അപ്പൊ അതിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം എന്തായാലും വെലോസിറ്റി കൂടുതൽ v1 ലായിരിക്കും അല്ലേ? അപ്പം കൂടിയ മൊമെന്റം മൈനസ് കുറഞ്ഞ മൊമെന്റം എന്നല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പം ആഫ്റ്റർ കൊളിഷൻ ചെയ്യുമ്പോഴാണ് വെലോസിറ്റി കൂടുന്നത്. അപ്പൊ എന്താ അതിന്റെ കൂടുതൽ മൊമെന്റം എന്ന് പറയുമ്പോൾ v1 ആണ്. അപ്പൊ m1 v1 മൈനസ് m1 u1 അതാണ് എഴുതേണ്ടത് കേട്ടോ. അതായത് ഈ മൊമെന്റത്തിൽ നിന്നും ഈ മൊമെന്റത്തിലേക്കാണ് മാറ്റിയത്. അപ്പം ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുമ്പോൾ m1 ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ആണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, അതായത് ഫൈനൽ മൊമെന്റം മൈനസ് എന്താ? മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് എയുടെയാണ്. എയുടെ ഫൈനൽ മൊമെന്റം m1 v1 ആണ്, മൈനസ് എന്താണ്? m1 u1 ആണ്. ഓക്കെ, ഫിസിക്സ് എല്ലാ കാര്യങ്ങളും ടൈം ബൗണ്ട് ആയിട്ടാണ് നടക്കുന്നത് കൊണ്ട് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ, അതായത് ഡിവൈഡ് ബൈ ടൈം കൂടെ ചെയ്താണ്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ എന്ന് പറയുന്നത് m1 v1 മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ എന്താ എഴുതാൻ പോകുന്നത് അറിയാമോ? ഡെൽറ്റ ടി. വളരെ ചെറിയ ടൈം ഇന്റർവെല്ലാണ്. അതായത് ഫിസിക്സിൽ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഇവിടെ ടൈമിനെ ഞാൻ ഡെൽറ്റ ടി മീൻസ് വളരെ ചെറിയ ടൈം ഇന്റർവെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ നമുക്ക് എന്താണ് മറ്റേതിന്റെ എഴുതാം, അതായത് ബിയുടെ ചേഞ്ച്. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ പറയട്ടെ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആണെന്ന് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു പോയിന്റ് കൂടി ഇവിടെ എഴുതാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊമെന്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. പരീക്ഷയ്ക്ക് ഇത് എഴുതണമെന്നില്ല. പരീക്ഷയ്ക്ക് ഇങ്ങനെ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എഴുതാൻ പോകുന്നത് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് നമുക്കറിയാം m1 v1 മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അത് എന്തിന് ഈക്വൽ ആണെന്നാണ് നമ്മൾ പഠിപ്പിച്ചത്? അതായത് അപ്ലൈഡ് ഫോഴ്സ്. ഇവിടെ എയുടെ മണ്ടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓൺ എ ബൈ ബി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതേ പരിപാടി നമ്മൾ എവിടെ ചെയ്യാൻ പോവാണ്? നമ്മുടെ അടുത്തതിനകത്ത് ചെയ്യാൻ പോവാ. ഏതാ? ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ബി. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ബി എന്ന് പറയുന്നത് എന്താ? m2 u2 ൽ നിന്ന് എന്തായിട്ട് മാറി? m2 v2 ആയിട്ട് മാറി. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എന്താ? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. m2 v2 മൈനസ് m2 u2. അവിടുത്തെ റേറ്റ് കണ്ടുപിടിക്കണം, അവിടെ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി അടുത്തത് സിമിലർലി ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? m2 v2 മൈനസ് m2 u2 ആയിരിക്കും. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ബി എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ
momentum of B എന്താ m2 v2 minus m2 u2 divided by delta t ആണ്. അവിടെയും according to second law of motion ഇത് ഫോഴ്സിന് ഈക്വൽ അല്ലേ? അപ്പോൾ according to second law of motion നമുക്ക് എങ്ങനെ എഴുതാം? m2 v2 minus m2 u2 divided by delta t will be is equal to moment of B ആണ്. അപ്പോൾ ഫോഴ്സ് FB ഏതെങ്കിലും ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളൊരു ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ എഴുതാനുള്ളത് നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ എഴുതി പോകണമെന്ന് ശ്രദ്ധിക്കേ. ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, അതായത് ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ പറയുന്നത്? ഫോഴ്സ് ഓൺ എ ബി വിൽ ബി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ ബി എ അല്ലേ? പക്ഷെ നെഗറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഓൾറെഡി എഫ് എ ബിക്ക് പകരം നമുക്ക് ഇത് കൊടുക്കാം. അതേപോലെ തന്നെ എഫ് ബി എക്ക് പകരം നമുക്ക് ഇതും കൊടുത്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, എഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എ ബി എന്ന് പറയുമ്പോൾ m1 v1 മൈനസ് m1 u1 ആണ്. m1 u1 ആണ് divided by delta t will be is equal to negative of ഇത് m2 v2 minus m2 u2 divided by delta t ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനസിനെ വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ അപ്പൊ എന്ത് ചെയ്യും? അപ്പുറത്തെ അതേപോലെ തന്നെ എഴുതുകയാണ് m1 v1 minus m1 u1 divided by delta t will be is equal to മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m2 v2 നെഗറ്റീവ് തന്നെ പ്ലസ് എന്താവും? m2 u2 ആവും divided by delta t. ഈ delta t രണ്ടിടത്തുള്ളതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. m1 v1 minus m1 u1 is equal to negative m2 v2 plus m2 u2. ഞാൻ u ഉള്ളതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ്, v ഉള്ളതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് m1 u2 ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഒരു മൈനസ് m2 v2 ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ m1 v1 plus m2 v2 is equal to m1 u2 plus m2 u2. ഓക്കെ, ഇത് നോക്കിയേ, m1 v1 plus m2 v2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ ഒരു കാര്യം ഇവിടെ u1 അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ അല്ലേ കിടക്കുന്നത്? ഇത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ അല്ലേ കിടക്കുന്നത്? അപ്പോൾ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് പ്രൂവ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാൻ ഞാൻ ഇത് ഒന്ന് സെറ്റ് ആക്കി തരാം. ഇതൊന്ന് ഒരൊറ്റ പേജിലാക്കി തരാം. ഒരു സെക്കൻഡ്. എഴുതിക്കോളൂ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. എഴുതിയിട്ട് ആദ്യം വായിച്ചു നോക്കുക, എന്നിട്ട് ചോദിക്കാം.